ഹലോ. ബിഗ് ബോസ് ഹൗസിൽ ആദ്യം കയറിയ ഒരു മത്സരാർത്ഥിയാണ് കോമണർ കൂടിയായ അനീഷ്. ആദ്യം കയറിയത് കൊണ്ടാണോ എന്നറിയില്ല, അനീഷിന് അതിൻ്റെ ഒരു അഹംഭാവവുമുണ്ട്. പിന്നീട് രണ്ടാമതായി വന്ന അനുമോളെ ഒന്ന് ചൊറിയുന്നുമുണ്ട്. സ്ക്രീനിൽ കാണുന്നതിൻ്റെ ഭംഗിയൊന്നും നേരിൽ കാണുന്നില്ല എന്നാണ് അനുമോളോട് ഇയാൾ പറയുന്നത്. പിന്നെ ചൊറിയാൻ ചെന്നത് രേണുവിനോടാണ്. കാരണം രേണുവിനോറയും സംസാരിക്കുന്നതിനിടയിൽ അനീഷ് ഗുഡ് മോർണിംഗ് പറഞ്ഞിരുന്നു. പക്ഷേ തിരിച്ചവർ വിഷ് ചെയ്തില്ല എന്നാണ് കംപ്ലൈൻറ്റ്. ഇത് അബി പോയിട്ട് വേണുവിനോട് നോറയോടും പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നുണ്ട്, വിഷ് ചെയ്താൽ ആരെങ്കിലും വിഷ് ചെയ്യാതിരിക്കുമോ, ഞങ്ങൾ കേട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവർ തിരിച്ച് വിഷ് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശരത്ത് സരികയോട് പറയുന്നുണ്ട്, ആ പുള്ളിയോട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ സരിക പറയുന്നുണ്ട്, അതെങ്ങനെയാണ് മിണ്ടാതിരിക്കുക, ഇങ്ങോട്ട് ചൊറിയാൻ വന്നാൽ അങ്ങോട്ട് നല്ലവണ്ണം ചൊറിയണം. ഏതായാലും ബി വീട്ടിൽ വന്ന ഉടനെ കളി തുടങ്ങിയ ആളാണ് അനീഷ്. അതുകൊണ്ട് തന്നെ അനീഷ് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. എല്ലാവരെയും ചൊറിഞ്ഞ് ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. പിന്നെ ചൊറിയാൻ ചെല്ലുന്നത് ആര്യൻ്റെ അടുത്താണ്. നിയമപുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്ന അക്ബറിൻ്റെ അടുത്ത് പോയി ആര്യൻ ചോദിക്കുന്നുണ്ട്, എനിക്കും വായിക്കണം. അക്ബർ പറഞ്ഞു, എന്നാൽ നീ വായിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, ചെറിയ ചെറിയ വേഴ്സൊക്കെ എനിക്ക് വായിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇത് കേട്ട് അനീഷ് ചോദിക്കുന്നുണ്ട്, ഓ മലയാളം വായിക്കാൻ അറിഞ്ഞുകൂടെ, മലയാളം അറിഞ്ഞുകൂടാത്തവരൊക്കെ എന്തിനാ ബിഗ് ബോസിൽ വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മലയാളം അറിയില്ല, എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരൊക്കെ എന്തിനാണ് ബിഗ് ബോസിൽ വരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൂടി തർക്കമാകുന്നുണ്ട്. പിന്നെ എല്ലാവരും അനീഷിന് എതിരാണ്. ഒടുവിൽ അനീഷ് പറയുന്നുണ്ട്, ഇനി ഞാൻ ആരോടും മിണ്ടില്ലെന്ന്. ഇതൊക്കെ അനീഷിൻ്റെ ഒരു കളിയാണ്. കാരണം ഒറ്റപ്പെട്ട് നിൽക്കുന്നവരോട് പ്രേക്ഷകർക്കെല്ലാം ഒരു സിമ്പതി ഉണ്ടാകുമല്ലോ, അതിനു വേണ്ടിയാണോ എന്നറിയില്ല ഒറ്റപ്പെടൽ സ്ട്രാറ്റജി. ഇതൊക്കെയാണെങ്കിലും ക്യാപ്റ്റൻസി ടാസ്കിൽ വിജയിച്ചത് അനീഷ് തന്നെയാണ്. പിന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തലവേദനയാണ്. ഹൗസിൽ 2 പേർക്ക് തലവേദന. ആരിക്കലാണ്? ഷാനവാസിനും രേണുവിനും. രേണു തലവേദനയാണെന്ന് ക്യാപ്റ്റൻ്റെ മുഖത്ത് നോക്കി ധൈര്യത്തോടെ പറഞ്ഞു. പക്ഷേ ഷാനവാസ് മുഖത്ത് നോക്കാതെ പറഞ്ഞു. അതുകൊണ്ട് എന്ത് പറ്റി? ഷാനവാസിൻ്റെ തലവേദന ക്യാപ്റ്റൻ കാര്യമായി എടുത്തില്ല. പക്ഷേ മുഖത്ത് നോക്കി തലവേദനയാണെന്ന് പറഞ്ഞതുകൊണ്ട് രേണുവിൻ്റെ തലവേദന സീരിയസ് ആയി എടുത്തിട്ട് രേണുവിന് എത്രയും പെട്ടെന്ന് വൈദ്യസഹായം വേണമെന്ന് ബിഗ് ബോസിനോട് പറയുന്നുണ്ട്. പക്ഷേ ഷാനവാസിനെ അങ്ങ് തഴഞ്ഞു കളഞ്ഞു. ഇതിൻ്റെ പേരിൽ ബി വീട്ടിൽ തല്ലുന്നില്ലെന്നേ ഉള്ളൂ. വൻ വഴക്കിലേക്ക് പോകുന്നുണ്ട് കാര്യങ്ങൾ. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും എടി പോടാ എന്നൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.